2025 നമ്മളെല്ലാവരും കരയിപ്പിക്കാൻ വേണ്ടിയിട്ട് ധനുഷ് ഇറക്കി വിട്ട പടമാണ് ഇഡലിക്കട. ഞാനൊക്കെ ഈ പടം കണ്ടു കഴിഞ്ഞ് ഒന്നുവിധം 3 നേരം കരച്ചിലായിരുന്നു. കുറച്ച് ഇഡലി സാമ്പാറും വെച്ച് 2.5 മണിക്കൂർ പടം എങ്ങനെ എടുക്കുക എന്നാണ് നമുക്ക് ധനുഷിൽ കാണിച്ചു തരുന്നത്. അപ്പോൾ നമുക്ക് പടത്തിലേക്ക് കടക്കാം. ധനുഷിൻ്റെ അച്ഛൻ്റെ ഇഡലിക്കട, അതാണ് ഈ സിനിമേൻ്റെ ഹൈലൈറ്റ്. നമ്മുടെ പടം തുടങ്ങുന്നത് തമിഴ്നാട്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിലാണ്. ഗ്രാമത്തിന്റെ പേര് ഇതാണ് ഞാൻ ജനിച്ച ഗ്രാമം. തമിഴിൽ എഴുതിയോണ്ട് തന്നെ പേരെനിക്കറിയില്ല. അങ്ങനെ നാട്ടുകാരെ കുറഞ്ഞ സമയത്ത് അച്ഛനും മോനും കൂടി ഇഡലിക്കടയിലേക്ക് പോകും. പുലർച്ചേക്ക് ഈ കടയില്ലെങ്കിൽ പിന്നെ എന്റെ അച്ഛനില്ല. നിക്ക് ഈ ഡയലോഗ് എവിടെയോ കേട്ട പോലെ തോന്നുന്നുണ്ടല്ലോ. എന്റെ ജീവൻ എന്ന് വേണമെങ്കിൽ പറയാം ഫുട്ബോൾ. അതില്ലെങ്കിൽ ഞാനില്ല. ഇപ്പോഴത്തെ വേദന കണക്കിലെടുക്കണ്ട. ഒരു 8-8.5 വർഷം കൊണ്ട് എല്ലാം കംപ്ലീറ്റ് ശരിയായിക്കൊള്ളു. ഈ നാട് മുഴുവൻ ഉറങ്ങുമ്പോ എന്റെ അച്ഛൻ മാത്രം ഉണർന്നിരിക്കും. അതെന്താ ഇവൻ സെക്യൂരിറ്റി ആണോ? എല്ലാവരും ഉറങ്ങി കിടക്കുമ്പോൾ ഉണർന്നിരിക്കാൻ. അങ്ങനെ ഇഡലി ചുട്ടി നമ്മുടെ ധനുഷ് വലുതാവും. പഠിച്ച് പരിഷ്കാരിയായപ്പോൾ ഇഡലിക്കട മറന്ന് ടൗണിലേക്ക് ഒരു ജോലിക്ക് പോകാൻ തയ്യാറാവും. ഭാര്യയേക്കാൾ ഇഡലിക്കടനെ സ്നേഹിച്ചുകൊണ്ട് ധനുഷ് ഒറ്റ മോനായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ ധനുഷിൻ്റെ അച്ഛന് സങ്കടം സഹിക്കാൻ പറ്റിയില്ല. നീ മദ്രാസിനൊക്കെ പോയാലും നമ്മുടെ ഇഡലിക്കട മറക്കരുത് കേട്ടോ. ഓർത്തുകൊണ്ടിരിക്കാൻ ഇഡലി എന്തേവന്റെ കാമുകയാ. ഏത് ഡാഡിയും ഇമോഷണൽ സീനിൽ ഇങ്ങനെ പറയൂ. ഫിലിപ്പിന്റെ പറി. ഇയാളുടെ കഷ്ടപ്പാട് കണ്ട് ധനുഷ് ഒരു ഗ്രൈൻഡർ വിൽക്കുന്ന ആളെയും കൊണ്ടുവരും. അവസാനം അവിടുന്ന് ഇഡലി മാവ് അരച്ച് ഇഡലി ഉണ്ടാക്കി കഴിച്ച് അയാളോട് പറയും, കൈകൊണ്ട് അരച്ചാൽ മാത്രമേ ഇഡലി ആവുന്നു. ഞാൻ കൈകൊണ്ട് അരച്ചുണ്ടാക്കുന്ന മാവിന്റെ രുചിയൊന്നും ഇതിന് കിട്ടിയിട്ടില്ല കേട്ടോ. ഇതും പറഞ്ഞ് ഇയാൾ പുലർച്ചെ 3 മണി മുതൽ രാവിലെ 7 മണി വരെ അരച്ചുകൊണ്ടിരിക്കും. ഒരു പ്രത്യേക സ്വഭാവ. ഇയാളുടെ ഇഡലിക്കട ജില്ലാ ഫേമസ് ആയതുകൊണ്ട് തന്നെ ഇതിന്റെ വേറെ ബ്രാഞ്ച് തുടങ്ങാൻ വേണ്ടിയിട്ട് ധനുഷ് പറയും, ഇയാൾ പറയും എന്റെ പേര് വെച്ചാൽ ഞാൻ വേണോ ഉണ്ടാക്കാം, ഇല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരെ പറ്റിക്കുമല്ലേ ചെയ്യുന്നത്. ഇവിടെ നിന്ന് ഇയാളെ പോലെ ഇഡലിയാക്കി തൊലയേണ്ട വെച്ചിട്ട് ധനുഷ് അവസാനം ബാങ്കോക്കിലേക്ക് നാട് വിടും. ഇത് കാണുമ്പോൾ ഞാൻ അത് IT കമ്പനിയാണെന്ന് വിചാരിച്ചെങ്കിൽ പിന്നെ മനസ്സിലായി ഇതൊരു ഹോട്ടലാണെന്ന്. ഇവർ KFCനെ മാത്രമല്ല കോപ്പി അടിച്ച് അതിന്റെ മുതലാളിനെ പോലും അതേപോലെ എടുത്തു വെച്ചിട്ടുണ്ട്. അതിനിടയിൽ നമ്മുടെ മുതലാളിനെ മോളിവനെ കാണാൻ വിളിക്കും. തെറ്റിയിരിക്കേണ്ട ഗൈസ്, ഇവൻ നാട്ടിൽ ഇഡലിനെ പറ്റി ഓർത്തതാ. ഈ മുതലാളിക്ക് ബിസിനസ്സിൽ കണ്ണുകെട്ടാണ്ടിരിക്കാൻ വേറൊരു മകൻ കൂടിയുണ്ട്. അങ്ങനെ മുതലാളിൻ്റെ മകളുടെയും ധനുഷിനെയും കല്യാണം തീരുമാനിച്ച് നടത്താൻ പോകുമ്പോഴാണ് ആ സങ്കട വാർത്ത അറിയുന്നത്. നമ്മുടെ ഇഡലിക്കടനെ ഒറ്റക്കാക്കി അച്ഛൻ പോയെന്ന്. അതിനിടയിൽ നമ്മുടെ മുതലാളിന്റെ മോന് വേറെ എന്റർടൈൻമെന്റ് കൂടി ഉണ്ട്. നമ്മുടെ ധനുഷിന്റെ ബോക്സറിംഗ് കയറ്റി ചാമ്പും. എന്തൊരു ചേർച്ച, ഒരമ്മ പെറ്റ ആളിയന്മാരാണെന്നേ പറയൂ. അങ്ങനെ ധനുഷ് അടുത്ത ഫ്ലൈറ്റിന് തന്നെ നാട്ടിലെത്തി. ഇഡലിക്കടേന്റെ വഴിയിലൂടെ പഴയ കാര്യങ്ങൾ അയവർത്തോണ്ട് വീട്ടിലെത്തി. അങ്ങനെ വീട്ടിലെത്തി അച്ഛൻ മരിച്ച സങ്കടത്തിൽ നിൽക്കുമ്പോൾ അത് പറയുന്നു. കൊടുങ്കാറ്റിൽ ആന മാറിപ്പോയപ്പോഴും അവന്റെ അമ്മായപ്പന്റെ കോണവും മാറിയ കഥ. ഇനി മുതൽ അത് പശുവല്ല, നമ്മുടെ ധനുഷിന്റെ അച്ഛനാണ്. നമ്മുടെ ശിവനേശന് എങ്ങും പോയിട്ടില്ല മോളെ, കന്നുകുട്ടിയായിട്ട് ജനിച്ചിരിക്കല്ലേ. ഇതൊക്കെ കണ്ട് ഇമോഷണലായ ധനുഷിന് ബാങ്കോക്കിലേക്ക് പോകുന്നില്ല, കല്യാണം വേണ്ട, ഇഡലിക്കട മതി പറഞ്ഞ് ഇവിടെ തന്നെ നിൽക്കുന്നത്. അതിനിടയിൽ ഒരാൾ ഇഡലിക്കട ചോദിച്ച് വന്നെങ്കിലും ധനുഷിന്റെ അച്ഛൻ രാത്രിയിൽ ചിലങ്കയൊക്കെ ഇട്ട് സ്വപ്നത്തിൽ വന്നിട്ട് പറഞ്ഞു, മോനെ അത് നീ തന്നെ നടത്തണമെന്ന്. അതുകൊണ്ട് ധനുഷ് കൊടുക്കാൻ തയ്യാറായില്ല. ഞാനൊരു 7 ലക്ഷം രൂപ തരാം. ഇഡലിക്കട ഞാൻ നടത്താൻ പോവാ. അങ്ങനെ ഇഡലിക്കട തുടങ്ങി. പക്ഷേ ഇവൻ്റെ അച്ഛനുണ്ടാക്കുന്ന ഇഡലീന് അത്ര ടേസ്റ്റ് ഇല്ല പറഞ്ഞ് എല്ലാവരും വരാണ്ടായി. ഇഡലിക്കട ജില്ലാ ഫേമസ് ആണെങ്കിലും ഇവിടെ ഒരാൾ മാത്രമേ എപ്പം കഴിക്കാൻ വരുള്ളൂ. ഇയാളാണെങ്കിൽ കൊടുത്ത ഇഡലി മൊത്തം കഴിച്ചിട്ട് പറയും ഇഡലി ശരിയായിട്ടില്ല, അച്ഛനാക്കിയ പോലെ ആയിട്ടില്ലല്ലോ. ശിവനേശൻ തിരിച്ചു വന്ന് ഇഡലി ഉണ്ടാക്കിയാലേ ആ രുചി കിട്ടും. ഇതും പറഞ്ഞ് ഇയാൾ ഡെയിലി ഇവിടുന്ന് കഴിച്ചിട്ട് പോകും. ഇതിനിടയിൽ പൊറോട്ട ഇഡലി തമ്മിലുള്ള ഒരു പ്രപ്പോസൽ സീനുണ്ട്. പൊറോട്ടയിൽ ഇല്ലാത്തത് എന്താ ഇഡലി ഉള്ളത്? പൊറോട്ട നമ്മുടെ ശരീരത്തിന് കേടാ, പക്ഷെ ഇഡ്ഡലി ശരീരത്തിന് നല്ലതാണ്. ഈ സിനിമയിൽ പ്രപ്പോസൽ സീൻ പോലെ ഇഡലിയായിട്ട് ബന്ധപ്പെട്ടാണ്. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. അങ്ങനെ ഒരു ദിവസം അച്ഛൻ സ്വപ്നത്തിൽ വന്നുകൊണ്ട് അച്ഛൻ്റെ ഷർട്ട് മുണ്ടോട്ട് ധനുഷ് ഇഡലി ഉണ്ടാക്കും. അപ്പോൾ അച്ഛൻ ഉണ്ടാക്കുന്ന അതേ ഇഡലിൻ്റെ ടേസ്റ്റ് കിട്ടും. ഇപ്പോൾ ഇവർ ഈ പശുക്കുട്ടീനെയാണ് അച്ഛനായിട്ട് കാണുന്നത്. ഈ സീൻ കാണുമ്പോൾ വിചാരിക്കും ആരോ മരിച്ചു എന്ന്. പക്ഷേ ഇയാൾക്ക് ഇഡലിക്ക് ടേസ്റ്റ് കൂടിയോണ്ട് സങ്കടം വന്നതാണ്. അതിനിടയിൽ നമ്മുടെ ധനുഷിനെ തല്ലാൻ വന്ന ബാങ്കോക്ക് ബോക്സർ അടിയും കൊണ്ട് ICUലാവും. ഇതിൻ്റെ ഒക്കെ ഇടയിൽ നല്ലോണം ഇഡലിയാക്കാൻ അറിയുന്നതുകൊണ്ട് നിത്യാമേനമായിട്ട് ധനുഷ് പ്രേമാവും. അതിനിടയിൽ ICUലായ അളിയെ വീണ്ടും തിരിച്ചൊന്ന് ധനുഷിനെ കൊല്ലാൻ നോക്കും. അച്ഛൻ അഹിംസാ മാർഗത്തിലായതുകൊണ്ട് ധനുഷ് ഇത്തവണ തിരിച്ചൊന്നും ചെയ്യൂല. അഹിംസ പറഞ്ഞു നടന്നിട്ട് അവസാനം വെടിയും കൊണ്ട് ICUലാവും. ഇത്രയും ചേറ്റും കലിപ്പടങ്ങാത്ത നമ്മുടെ മുതലാളിൻ്റെ മകൻ വീണ്ടും ഇഡലിക്കട പൊട്ടിക്കാൻ വേണ്ടി ഒരു പോലീസുകാരന് പൈസ കൊടുക്കും. എന്നാൽ പിന്നെയാണ് സത്യം മനസ്സിലാവുന്നത്. ഇയാൾ ഇവൻ്റെ അച്ഛൻ്റെ ഇഡലി എന്നാണ് പോലീസായതെന്ന്. പഠിച്ചെന്താവാനാ ഇഷ്ടം? എനിക്ക് പോലീസ് ആവാൻ ഇഷ്ടം. അവസാനം പ്രശ്നങ്ങളെല്ലാം കഴിഞ്ഞ് വില്ലനെ കൊണ്ട് ഇഡലി മാവ് അരപ്പിച്ച് ഇഡലിയും കഴിച്ച് എല്ലാവരും കൂടി പിരിഞ്ഞ് പടം അവസാനിപ്പിച്ചു. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും
എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.